മനസ്സിലാക്കണം. നമ്മുടെയൊക്കെ പെരുമാറ്റം കണ്ടുകൊണ്ട് ആരെങ്കിലും ഇസ്ലാമിൽ നിന്ന് അകന്നു പോകുന്നുണ്ടോ ഇത് നമ്മൾ മനസ്സിലാക്കുക. ഹബീബിന്റെ പെരുമാറ്റം കണ്ടുകൊണ്ട് ഇസ്ലാമിലേക്ക് ആളുകൾ വന്നു എന്നാണ് മനസ്സിലാകുന്നത്. അതാണ് ഇവിടുത്തെ ചരിത്രം, അതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ തിളക്കമാർന്ന ചരിത്രം എന്ന് നമ്മൾ മനസ്സിലാക്കുക. അല്ലാഹു നമുക്ക് ഏറ്റവും വലിയ സൽസ്വഭാവവും സഹനശേഷിയും പ്രദാനം ചെയ്യുമാറാകട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, എങ്ങനെയാണ് മനുഷ്യൻ ഇത് നേടിയെടുക്കേണ്ടത്? മനസ്സിനെ കൺട്രോൾ ചെയ്യാൻ തന്റെ ഇണയോടുള്ള പെരുമാറ്റത്തിൽ, വർത്തമാനത്തിൽ, മക്കളോട്, കുടുംബത്തോട്, ബന്ധുക്കളോട്, ഇടപെടുന്നവരോട്, അയൽക്കാരോട്, എല്ലാവരോടും ദേഷ്യം പിടിക്കുമ്പോൾ മനുഷ്യൻ വല്ലാതെ ചൂടായി സംസാരിക്കും. ലൈംഗികാവയവങ്ങളുടെ പേര് പറഞ്ഞുകൊണ്ട് പോലും സ്വന്തം ഉമ്മയിലേക്ക് ചേർത്ത് പോലും ചീത്ത വിളിക്കും നമ്മൾ, മോശപ്പെട്ടത് പറയും നമ്മൾ. കോപം നിയന്ത്രിക്കാനാവാതെ സിരകൾ വരിഞ്ഞു മുറുകി, രക്തം തിളച്ച് ഞരമ്പുകൾ വലിഞ്ഞു മുറുകി കോപം കൊണ്ട് നമ്മൾ ആക്രോശിക്കും, പലതും പറയും. അരുതായിരുന്നു എന്ന് കോപമടങ്ങുമ്പോൾ തോന്നും. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്, ശക്തനും മല്ലനും എന്നൊക്കെ പറയുന്നത്, ശക്തനും മല്ലനും കരുത്തനും എന്നൊക്കെ പറയുന്നത് എതിരാളിയെ ഇടിച്ച് പരിക്കനാക്കി നിലം പരിശാക്കുന്നവനല്ല. ലൈസ ശദീദു ബിസ്സുറഅ, ലൈസ ശദീദു ബിസ്സുറഅ, എതിരാളിയെ അടിച്ച് നിലം പരിശാക്കുന്നവനല്ല ശക്തൻ. പിന്നെ ആരാണ് ശക്തൻ? ഇന്നമശ്ശദീദ് അല്ലദീ യംലികു നഫ്സഹു ഇൻദൽ ഗളബ്, ദേഷ്യം വരുമ്പോൾ മനസ്സിനെ കൺട്രോൾ ചെയ്യാനും പിടിച്ചു നിർത്താനും കഴിവുള്ളവനാകുന്നു ഏറ്റവും വലിയ ശക്തനത്. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഓർമ്മപ്പെടുത്തുകയാണ്, മനുഷ്യന്റെ മനസ്സിൽ ശത്രുത വിത്തിട്ട് വിതക്കുന്നത് ദേഷ്യത്തിലൂടെയാണ്. പരസ്പരമുള്ള പകയും വിദ്വേഷവും ഉണ്ടാകുന്നത്, സ്നേഹബന്ധങ്ങളെ തകർക്കുന്നത്, കുടുംബ ബന്ധങ്ങളെ നശിപ്പിക്കുന്നത്, അയൽപക്ക ബന്ധങ്ങളുടെ താളം തെറ്റിക്കുന്നത്, ദാമ്പത്യ ബന്ധത്തിന്റെ കെട്ടുറപ്പിനുള്ളിൽ വിള്ളൽ വീഴ്ത്തുന്നത്, എല്ലാ മേഖലകളിലും ഈ ഒരു ദുസ്വഭാവം മനുഷ്യരിൽ കുമിഞ്ഞുകൂടുന്നതാണ് മുഖ്യ കാരണമെന്ന് മനസ്സിലാക്കിയപ്പോൾ അത്തരം സ്വഭാവങ്ങൾ ഉണ്ടായിരുന്ന പല അനുചരന്മാരും പല സഹാബിമാരും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സമീപിച്ചുകൊണ്ട് ചോദിക്കുമ്പോൾ അവർക്ക് നബി പറഞ്ഞു കൊടുക്കാറുള്ള ചികിത്സ ഇത് മാത്രമായിരുന്നു. ഒരു സഹാബി ഒന്നുകൊണ്ട് നബി തങ്ങളോട് ചോദിച്ചു, അല്ലാഹുവിന്റെ റസൂലേ, ഔസിനി യാ റസൂലല്ലാഹ്, ഔസിനി യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ പ്രവാചകരെ എന്നോടൊന്ന് ഉപദേശിച്ചാലും, എന്നെ ഒന്ന് ഉപദേശിച്ചാലും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ തഗ്ളബ്, കോപിക്കരുത്, ദേഷ്യം പിടിക്കരുത്. അദ്ദേഹം വീണ്ടും പറഞ്ഞു, അതല്ല ഞാൻ ഉദ്ദേശിച്ചത്, എനിക്കൊരു വസിയത്ത് ഇനിയും തരണം, ലാ തഗ്ളബ്. മൂന്നാമതും പറഞ്ഞു, എനിക്കൊരു വസിയത്ത് തരൂ നബിയെ, ലാ തഗ്ളബ്. ഫറദ്ദദ മിറാറ, പല പ്രാവശ്യം അല്ലാഹുവിന്റെ റസൂൽ അദ്ദേഹത്തോട് കൊടുത്ത ചികിത്സ എന്താ? കോപിക്കരുത്, കോപിക്കരുത്, കോപിക്കരുത്. അയാളിൽ കുടിക്കൊള്ളുന്ന ഒരു സ്വഭാവം അതാണെന്ന് മനസ്സിലാക്കിയ, തന്റെ അനുചരന്റെ സ്വഭാവം എന്താണെന്ന് മനസ്സിലാക്കിയ മഹാനായ റസൂലുള്ളാഹി അനുചരന് പറ്റിയ മരുന്നാണ് അപ്പൊ പറഞ്ഞു കൊടുക്കുന്നത്, കോപിക്കരുത്, ദേഷ്യം പിടിക്കരുത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. ആ സമയത്ത് ഫഫക്കർതു, ഞാൻ ചിന്തിച്ചു, അല്ലാഹുവിന്റെ റസൂൽ എന്താ ഇതെങ്ങനെ പറയുന്നത്, എന്താ ഇത് തന്നെ ഇങ്ങനെ പറയുന്നത് എന്ന് ഞാൻ ചിന്തിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി, ഫൈദൻ അൽ ഗളബു യജ്മഉ ശർറ കുല്ലഹു, എല്ലാ തിന്മയെയും വരുത്തി വെക്കുന്ന ഏറ്റവും വലിയ വിപത്ത് എന്താണ്? ഈ എടുത്തുചാട്ടമാണ്, ഈ ദേഷ്യമാണ്, ഈ മുൻകോപമാണ്, ഈ രൂപത്തിലുള്ള സ്വഭാവമാണ് എന്ന് ഞാൻ മനസ്സിലാക്കി എന്ന് മഹാനായ ആ സ്വഹാബി ഓർമ്മപ്പെടുത്തുകയാണ്. സ്വർഗത്തിലെത്താൻ എനിക്കൊരു വഴി പറഞ്ഞു തരൂ എന്ന് അബൂദർദാ റളിയല്ലാഹു തആല അൻഹു പോയി ചോദിക്കുകയാണ്, യാ റസൂലല്ലാഹ് ദുല്ലനി അലാ അമലിൻ യുദ്ഖിലനി അൽ ജന്ന, എന്നെ സ്വർഗത്തിലേക്ക് പ്രവേശിപ്പിക്കുന്ന ഒരു കാര്യം എനിക്ക് പറഞ്ഞു തരൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തോടും പറഞ്ഞു, ലാ തഗ്ളബ് വലകൽ ജന്ന, നീ കോപിക്കരുത്, നിനക്ക് സ്വർഗ്ഗം. നീ ദേഷ്യം പിടിക്കരുത്, നിനക്ക് സ്വർഗ്ഗമുണ്ട്. സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ കലമ ഗൈലൻ വഹുവ ഖാദിറുൻ അലാ അൻ യുൻഫിദഹു ദഅാഹു അല്ലാഹു അസ്സ വജല്ല അലാ റൂസിൽ ഖലായിഖ യൗമൽ ഖിയാമ ഹത്താ യുഖയ്യിറഹു അല്ലാഹു മിനൽ ഹൂരി മാ ഷാ. റവാഹു അബൂ ദാവൂദ് റഹിമഹുല്ലാഹ്. ആരെങ്കിലും കോപത്തെ നിയന്ത്രിച്ചാൽ, ദേഷ്യത്തെ നിയന്ത്രിച്ചാൽ, ആ ദേഷ്യം പിടിച്ച് എന്തു ചെയ്യാൻ അവന് കഴിവുണ്ടായിട്ട് നിയന്ത്രിച്ചാൽ, കഴിവില്ലാതെ മനുഷ്യനൊരു ക്ഷമ, എന്നെ കൊണ്ടൊന്നിനും പറ്റൂല, ഇനിയിപ്പോ സഹിക്കുന്നേ, അതല്ല, ദേഷ്യം പിടിച്ച് എന്തു ചെയ്യാനുള്ള കഴിവുണ്ട് എന്നിട്ടൊരാൾ തന്റെ ദേഷ്യത്തെ കൺട്രോൾ ചെയ്ത് നടപടിയെടുക്കാതെ മാറിയിരുന്നാൽ അള്ളയവനെ നാളെ അലാ റൂസിൽ ഖലായിഖ യൗമൽ ഖിയാമ, ജനകോടികൾ ഒരുമിച്ച് കൂടുന്ന മഹ്ശറിൽ പടച്ച റബ്ബ് അവനെ വിളിച്ചിട്ട് ഹത്താ യുഖയ്യിറഹു അല്ലാഹു മിനൽ ഹൂരി മാ ഷാ, സ്വർഗീയ തരുണികളിൽ നിന്ന് ഉദ്ദേശിച്ചവരെ എടുത്തോ എന്ന് പറയുന്ന പ്രത്യേകം കോപത്തെ നിയന്ത്രിക്കുന്നവർക്കായി അല്ല പ്രത്യേകം തരുണീമണികളെ ഒരുക്കി വെച്ചിട്ടുണ്ടെന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം.
ഏറ്റവും വലിയ സ്വഭാവമായി അവിടുന്ന് പറയാണ്. വിജ്ഞാനത്തിന്റെ പൂർണ്ണത സഹനത്തിലൂടെയാണ്. മനുഷ്യർക്കിടയിൽ സ്നേഹം ഉണ്ടാക്കുന്നത് സഹനമാണ്. ഇങ്ങോട്ട് പീഡിപ്പിച്ചവരോട് പോലുമുള്ള നല്ല ഇടപെടലിൽ ശത്രുക്കൾ പോലും വീണുപോകുന്ന മാസ്മരികമായ വിദ്യയും ശക്തിയുമാണത് എന്ന് പരിശുദ്ധ ഖുർആൻ പറയുന്നു. അല്ലാഹു റബ്ബുൽ ആലമീൻ ആ മഹത്തായ സൽഗുണം നമ്മളിൽ എല്ലാവരിലും ഉണ്ടായി നിലനിൽക്കുവാൻ റബ്ബിന്റെ എല്ലാ തൗഫീഖിനും വേണ്ടി നമ്മൾ എല്ലാവരും പ്രാർത്ഥിക്കുക, അതനുസൃതമായ പ്രവർത്തനങ്ങൾ നടത്തുക. സർവശക്തൻ ഏറ്റവും വലിയ സഹനശക്തി കൊണ്ട് വിജയം നേടുന്ന മഹാഭാഗ്യവാന്മാരുടെ കൂട്ടത്തിൽ നമ്മെ ഓരോരുത്തരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ദേഷ്യത്തെയും കോപത്തെയും നിയന്ത്രിച്ച് നിലനിർത്തുവാൻ സത്യവിശ്വാസികൾ ഏറ്റവും കൂടുതൽ ചെയ്യേണ്ടുന്ന ചില കാര്യങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. ദേഷ്യവും കോപവും അടക്കാനാവാതെ തുള്ളിച്ചാടി ഹൃദയത്തിൽ നിന്ന് അണപൊട്ടി ഒഴുകുമ്പോൾ മനുഷ്യൻ തന്റെ റബ്ബിനെ കുറിച്ച് ഓർക്കണം. അതാണ് ആദ്യം വേണ്ടത് എന്നാണ്. എന്റെ റബ്ബ് എന്നോട് എത്രത്തോളം സഹനമുള്ളവനാണ്. എന്റെ റബ്ബ് ഞാൻ എന്തൊക്കെ അവനെതിരെ ചെയ്തു, എന്നിട്ട് അവൻ എന്നെ എന്തുവലവും ചെയ്തോ? ഇല്ലല്ലോ. അള്ളാഹിനെ കുറിച്ചുള്ള ഓർമ്മ, അവനോട് കാവൽ ചോദിക്കുക. അല്ലാ, എനിക്ക് ക്ഷമ തരണേ, നീ എന്നെ സ്വാബിരീങ്ങളിൽ ഉൾപ്പെടുത്തണേ, നീ എന്നെ ഹലീമുകളിൽ ഉൾപ്പെടുത്തണേ എന്ന് റബ്ബിനോട് കാവൽ ചോദിക്കണം. അതുപോലെ തന്നെ എന്നിട്ടും ദേഷ്യം വന്നുവെങ്കിൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ചികിത്സ പറഞ്ഞു കൊടുക്കുന്നു. പ്രവാചക തിരുമേനിയുടെ സാന്നിധ്യത്തിൽ വെച്ച് രണ്ടാളുകൾ ശക്തമായ നിലക്ക് അങ്ങുമിങ്ങും തെറി വിളിക്കുകയാണ്. അങ്ങുമിങ്ങും രണ്ടാളും പരുഷമായി തെറി വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതാ നോക്കുമ്പോൾ അവരിൽ ഒരാൾ വല്ലാതെ ദേഷ്യം പിടിച്ചിട്ടുണ്ട്. യഗ്ളബു ദേഷ്യം പിടിച്ചിരിക്കുന്നു, യഹ്മറു വജ്ഹുഹു മുഖം ചുവന്നുരുത്തിരിക്കുന്നു, തൻതഫിഹു ഔദാജുഹു കവള മുഖക്കൂടി ചീർത്ത് വീർത്തിരിക്കുന്നു. അത്രക്ക് ദേഷ്യം പിടിച്ചിട്ടുണ്ട്. ആ സമയത്ത് ഹബീബായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ചുറ്റും നിൽക്കുന്ന സഹാബിമാരോട് പറഞ്ഞു, ഇന്നി ലഅഅലമു കലിമ. സഹാബിമാരെ, എനിക്കൊരു കലിമത്ത് അറിയാം, ഒരു കലിമത്ത് എനിക്ക് നന്നായി അറിയാം. ആ കലിമത്ത് ലൗ ഖാലഹാ, ദേഷ്യം പിടിച്ച മനുഷ്യനൊന്ന് പറഞ്ഞിരുന്നെങ്കിൽ, ദേഷ്യം പിടിച്ച് നിൽക്കുന്ന ചാടി തുള്ളി നിൽക്കുന്ന മനുഷ്യൻ എനിക്കറിയാവുന്ന ഒരു കലിമത്ത് അയാളൊന്ന് പറഞ്ഞിരുന്നുവെങ്കിൽ ലദഹബ അൻഹു മാ യജിദു ലൗ ഖാൽ, അയാളെങ്ങാനും അത് പറഞ്ഞിരുന്നുവെങ്കിൽ ഇപ്പൊ അയാളുള്ള സ്വഭാവത്തിൽ നിന്ന് ഒന്ന് ഡൗൺ ആകുമായിരുന്നു, ഒന്ന് കൂളാകുമായിരുന്നു. സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ട് പറയാണ്, എന്താ പറയേണ്ടത്? ലൗ ഖാല അഊദു ബില്ലാഹി മിനശ് ശൈത്താനിർ റജീം. മനുഷ്യനെ ഇത്ര വഷളാക്കുന്ന ഒരു ശൈത്താനാണല്ലോ, മനുഷ്യൻ ഒരാളെ ദ്രോഹിക്കുമ്പോൾ ആദ്യ ദ്രോഹത്തിനെ പ്രയാസമുള്ളൂ, രണ്ടാമത്തെ ദ്രോഹത്തിന് ശൈത്താൻ പിന്നെയും പ്രോത്സാഹനം, മൂന്നാമത്തതിന് പിന്നെയും പ്രോത്സാഹനം. അതുകൊണ്ടല്ലേ ചില കൊലകളൊക്കെ പത്രത്തിൽ വായിക്കുമ്പോൾ നമ്മൾ വിചാരിക്കും, ഏത് വിഭാഗത്തിൽപ്പെട്ട ആരുമാകട്ടെ ആ മനുഷ്യനെ കൊല്ലണമെങ്കിൽ കഴുത്തിന് ഒറ്റ വെട്ടിയാ പോരായിരുന്നു. എന്തിനാണ് ഈ മുഖത്ത് 50ഓളം വെട്ടൊക്കെ വെട്ടുന്നത്? ചിലപ്പോൾ നമ്മൾ ചില കൊലപാതകങ്ങളൊക്കെ കാണുമ്പോൾ നമ്മൾ പറഞ്ഞു പോകും, പടച്ചോനെ എന്തൊരു മനുഷ്യന്മാരാണ്, എങ്ങനെയാ അതിന് സാധിക്കുന്നത്? ഒരു പൂച്ചയെ, ഒരു ഈച്ചയെ, ഒരു പൂച്ചയെ, ഏതെങ്കിലും ഒരു ജീവിയെ കാരണമായി ഉപദ്രവിക്കാൻ മനസ്സില്ലാത്ത നമുക്ക് ഒരു മനുഷ്യന്റെ മുഖത്ത് മാത്രം നോക്കി 50ഓളം വെട്ടുവെട്ടിയ കാബാലികന്മാരും മനുഷ്യരും ഈ ഭൂമി പുറത്തുണ്ട് എന്ന് കേൾക്കുമ്പോൾ നമ്മൾ അറിയാതെ പറഞ്ഞു പോകും, ഇതെങ്ങനെ സാധിക്കും? അതാ ശൈത്താൻ അങ്ങനെയാ. ഒരു വെട്ടിനെ പ്രയാസമുള്ളൂ, രക്തം ചീറ്റി പൂക്കുറ്റി പോലെ രക്തമെന്ന് തെറിച്ചാൽ ആവേശം കൂട്ടും മനുഷ്യന്, വീണ്ടും പിന്നെയും അതാ കുത്തി മയ്യത്തായാലും കുത്തിക്കൊണ്ടിരിക്കുന്നത് ശൈത്താൻ വല്ലാതെ ഇടപെടും. സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലൗ ഖാലഹ അഊദു ബില്ലാഹി മിനശ് ശൈത്താനിർ റജീം, പറഞ്ഞിരുന്നെങ്കിൽ കോപത്തെ നിയന്ത്രിക്കാൻ നമുക്കാകുമെന്നും. അതേ സല്ലല്ലാഹു അലൈഹി വസല്ലം അതിന് ചില മനഃശാസ്ത്ര ചികിത്സ കൂടി പറയുന്നു, ചില ശാരീരിക ചികിത്സ കൂടി പറയുന്നുണ്ട്. കോപം വരുമ്പോൾ നീ നിന്നുകൊണ്ട് ദേഷ്യം പിടിച്ചോ, ഇരിക്കുന്നാ പറയും, ഇരിക്ക്. ദേഷ്യം പിടിക്കുമ്പോൾ നമ്മൾ നേരെ എതിരായി, ഇരുന്നോടത്തുനിന്ന് ദേഷ്യം പിടിച്ചാൽ നമ്മൾ നീക്കല, കിടന്നിട്ട് ദേഷ്യം പിടിച്ചാൽ നീറ്റിരുന്നിട്ട് ദേഷ്യം തീരില്ല, നീറ്റ് നിൽക്കും. ദേഷ്യം തീരില്ല, റൂമിൽ കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കും നമ്മൾ ദേഷ്യം കൊണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ എന്താ? അവിടുന്ന് നിർദ്ദേശിക്കുന്ന ചികിത്സ എന്താ? നടക്കണോ നിൽക്ക്, ഡൗൺ ആക്ക്. ഇരിക്കണോ അത് നിൽക്കണോ ഇരിക്ക്, ഇരിക്കണോ കിടക്ക്. ഞരമ്പുകൾ വലിഞ്ഞു മുറുകിയ പേശികളും ഞരമ്പുകളും ആ സ്ഥിരകളിലൂടെയുള്ള ഒഴുക്കിന്റെ തള്ളലുമൊക്കെ ഒന്ന് ഡൗൺ ആക്കാൻ ഒരു ചികിത്സ. ഒതു എടുക്കാൻ തണുപ്പിക്കും മനുഷ്യനെ. എത്രത്തോളം മഹാനായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം ലോകത്തോട് സഹിക്കാൻ പറയുകയാണ്. അല്ലാഹുവേ, നമുക്കെല്ലാം അല്ലാഹു സഹനം നൽകുമാറാകട്ടെ. നമ്മുടെ സഹനശേഷി ഇല്ലായ്മ കൊണ്ട് നമ്മുടെ ദീന് പോകുന്നുണ്ട്.
നമ്മുടെ ദുന്യാവ് പോകുന്നുണ്ട്, പലരുമായുള്ള ബന്ധങ്ങൾ തകരുന്നുണ്ട്. പടച്ചറബ് കാത്തു സൂക്ഷിക്കുമാറാകട്ടെ നമ്മയെല്ലാം. അവന്റെ സ്വർഗത്തിലെത്തുവോളം വിശ്രമമില്ലാതെ അല്ലാഹുവിന്റെ ദീനനുസരിച്ചുകൊണ്ട് ജീവിക്കുന്ന, സഹിക്കേണ്ടതെല്ലാം സഹിക്കുന്ന, ആദർശ രംഗത്ത് നിഷ്ഠയോടെ പതറാതെ ജീവിക്കുന്ന കരുത്തുള്ളവരിൽ നമുക്കെല്ലാം അല്ലാഹു സഹനശക്തി നൽകപ്പെടുന്നവരിൽ റബ്ബ് നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാർ.